നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ ക്യാമ്പിൽ നിന്ന് ആശ്വാസ വാർത്ത നെയ്മറെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ ചില അലാമിങ് കോൾസുമുണ്ട്. അപ്പോൾ നെയ്മറുടെ കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ട്രെയിനിങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വാമപ്പും എക്സസൈസുകളും ബോളിൽ കൺട്രോളിങ്ങും മാത്രമല്ല, ടീമിനോടൊപ്പമുള്ള പൂർണ്ണമായ ട്രെയിനിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. പ്രതീക്ഷിക്കുന്നത് അടുത്ത മത്സരം അദ്ദേഹം കളിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ സ്കോട്ട്ലൻഡിനെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും. അത് സ്റ്റാർട്ടറായിട്ടാണോ അതല്ല സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങാനാണ് സാധ്യത. അപ്പോൾ നെയ്മറുടെ കാര്യത്തിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. അതേസമയം ഇന്നലെ ട്രെയിനിങ്ങിൽ നിന്ന് 7 താരങ്ങൾ വിട്ടുനിന്നു. മാർക്കിഞ്ഞോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഡാനിലോ, ഡഗ്ലസ് സാൻഡോസ്, കാസിമിറോ, ബ്രൂണോ ഗുയിമേറസ്, മാത്യൂസ് കുഞ്ഞ, ഈ 7 താരങ്ങൾക്ക് വിശ്രമം കൊടുക്കുകയാണ് കോച്ച് ചെയ്തത്. അതിൻ്റെ കാരണം അക്യുമുലേറ്റഡ് ഫാറ്റിഗ്, നിരന്തരം കളിക്കുന്നൊരവസ്ഥയുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു ആശങ്ക ഇനി ഉണ്ടാവരുത്. പരിക്കും മറ്റു വിഷയങ്ങളും ഓൾറെഡി വർദ്ധിച്ചിട്ടുണ്ട്. റാഫീഞ്ഞയുടെ പരിക്ക് വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് കൊണ്ട് ആംബിൾ റെസ്റ്റിംഗ് ടൈമൊക്കെ കൊടുക്കുകയാണ് ഇപ്പോൾ അഞ്ചലോട്ടി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്കോട്ട്ലൻഡിനെതിരെയുള്ള കളിയിൽ ചില മാറ്റങ്ങളുടെ സാധ്യതയുണ്ട്. എന്തായാലും ബ്രസീൽ നോക്കൗട്ടിലേക്ക് എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ക്യാമ്പുള്ളത്. അത് 1-ാം സ്ഥാനം കൊണ്ടോ 2-ാം സ്ഥാനം കൊണ്ടോ 3-ാം സ്ഥാനം കൊണ്ടോ എന്നുള്ളത് അവസാന റൗണ്ടിൽ നിന്ന് വ്യക്തമാവുകയുള്ളൂ. പക്ഷേ എന്തായാലും എത്തും. അങ്ങനെ എത്തുകയാണെങ്കിൽ അക്യുമുലേറ്റഡ് യെല്ലോ കാർഡ് വെച്ച് സസ്പെൻഷനൊന്നും വാങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് സ്കോട്ട്ലൻഡിനെതിരെ ചില താരങ്ങൾ പുറത്തിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടേഴ്സിൽ യെല്ലോ കാർഡിൻ്റെ ഇഷ്യൂ ഉള്ളത് ഡഗ്ലസ് സാൻഡോസ്, കാസമിറോ. അവർക്ക് ഒരു യെല്ലോ കാർഡ് കൂടി കിട്ടുകയാണെങ്കിൽ അവർ സസ്പെൻഡഡ് ആവും. നോക്കൗട്ട് സ്റ്റേജിലെ ആദ്യ മത്സരം നഷ്ടമാകും. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. ഒരു പക്ഷേ അലക്സാൻഡ്രോ ഡഗ്ലസ് സാൻഡോസിന് പകരം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. മിഡ്ഫീൽഡിൽ ഫാബിഞ്ഞോ, കാസമിറോക്ക് ഒരു ഇമ്മീഡിയറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഫാബിഞ്ഞോ ഉണ്ട്. ഫാബിഞ്ഞോയെ കളിപ്പിക്കാനാണ് സാധ്യത. പിന്നെ ഇബാനസിന് ഓൾറെഡി യെല്ലോ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് പ്ലേസ് ഇപ്പോൾ നഷ്ടമായി. ഡാനിലാണല്ലോ കഴിഞ്ഞ കളിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അടുത്ത 2 ദിവസങ്ങളിലെ ട്രെയിനിങ്ങോട് കൂടി ടീമിനെ ഫൈനലൈസ് ചെയ്യും കാർലോ ആഞ്ചലോട്ടി എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു പോസിബിൾ ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ആലിസൺ, ഡാനിലോ, മാർക്കിഞ്ഞോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഒരുപക്ഷെ ഗബ്രിയൽ മെഗല്ലസിന് പകരം ലിയോ പെരീര ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്, ആൻഡ് അലക്സാൻഡ്രോ. ഇതാണ് ഡിഫൻസ്. ദെൻ കാസമിറോക്ക് പകരം ഫാബിഞ്ഞോ, ദെൻ ബ്രൂണോ ഗുയിമാറസ്. ഒരുപക്ഷെ ബ്രൂണോ ഗുയിമാറസിന് റെസ്റ്റ് കൊടുത്താൽ ഡാനിലോ സാൻഡോസിന് ഇറക്കിയേക്കാം. ദെൻ ലൂയിസ് എൻട്രീക്കെ, ലൂക്കാസ് പക്വേറ്റ, മാത്യൂസ് കുഞ്ഞ, വിനി ജൂനിയർ. ഒരുപക്ഷെ ലൂയിസ് എൻട്രിക്ക് പകരം റയാനെയും ഇറക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളുടെ സാധ്യതയുണ്ട്. അത് ടെസ്റ്റ് ചെയ്യുകയാണ് വരും ദിവസങ്ങളിൽ ആഞ്ചലോട്ടി ചെയ്യുന്നത്. തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.